പുതിയ ട്രിപ്പ് തുടങ്ങുകയാണ്. അത് ഐശ്വര്യമായിട്ട് ഇന്ത്യൻ ഓഫീസിൽ നിന്ന് തുടങ്ങാൻ തീരുമാനിച്ചു. ഈവിലാണ് പോകുന്നത്. ഈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.5 കൊല്ലമായി ഈവ് എടുത്തിട്ട്. ഈ 1.5 കൊല്ലത്തെ ഒരു യൂസർ റിവ്യൂ പറയണമെന്നുണ്ടെങ്കിൽ വളരെ സാറ്റിസ്ഫൈഡും വളരെ ഹാപ്പിയാണ്. ഒരു 4-5 സർവീസ് കഴിഞ്ഞു, 35,000 കിലോമീറ്റർ കടന്നു. ഇതേവരെ ബാറ്ററി കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് സർവീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ ഡിലേസും കുറച്ച് ഇഷ്യൂസും മാറ്റി നിർത്തിയാൽ വളരെയധികം സാറ്റിസ്ഫൈഡാണ് ഈവ് എടുത്തതിൽ. 10 ദിവസം അവധിയുണ്ട്. ഞങ്ങൾ ഈവ് എടുത്ത് ഇറങ്ങി. ഈ പ്രത്യേകിച്ചൊരു ട്രിപ്പൊന്നും പ്ലാനില്ല. എന്നാലും ഞങ്ങൾ ഏകദേശം കുർഗ് കറങ്ങി, അവിടെ നിന്ന് ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂർ കറങ്ങി തിരിച്ചു വരാനാണ് പ്ലാൻ, കോയമ്പത്തൂർ വഴി. പോകുമ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണ, മുക്കം, കോടഞ്ചേരി വഴി അടിവാരം കയറി വയനാട് കയറിയിട്ടാണ് പോകുന്നത്. കാരണം ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ടാണ് പോകാൻ. അപ്പം ഞങ്ങളുടെ യാത്ര എങ്ങനെ തുടങ്ങാണ്. പണ്ടത്തെ വീട്ടിൽ കയറണ്ട? ഇല്ല, വീട്ടിൽ കയറില്ല, അതിനുള്ള സമയമില്ല. അപ്പം നമ്മൾ ആ വഴിയൊക്കെ ഒന്ന് കണ്ട് പഴയ നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് ചെറുതായി അയവിറക്കി നേരെ പോവും. അച്ഛൻ പറഞ്ഞു രാവിലെ 5:30 ഇറങ്ങാന്ന്. ഇപ്പോ 11:04. ചെറിയതായിട്ടൊന്ന് ലേറ്റായി. എണീറ്റപ്പോൾ വൈകി. ഇന്നലെ കുറച്ച് വർക്ക് തീർക്കാണ്ടായിരുന്നു, അതുകൊണ്ട് വൈകി. ഒരു 9 മണിക്ക് ആയപ്പോഴാണ് എൻ്റെ ഒരു അനിയൻ വിളിച്ചത്. എവിടെയാണ്, എന്താണ് എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു വീട്ടിലാണ്, ടൂറിന് പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കണ്. അതെ, ഇറങ്ങാൻ വരട്ടെ. അവർ ടൂറിന് പോയേക്കായിരുന്നു അതിരപ്പള്ളിക്ക്. അവൻ്റെ പെട്രോൾ തീർന്ന് വണ്ടി വഴി കിടക്കണ്. അവൻ്റെ വിളിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ ഒരു കുപ്പിയൊക്കെ പറക്കി നേരെ അവൻ്റെ അടുത്ത് പോയി പെട്രോൾ മേടിച്ച്. പെട്രോൾ മേടിക്കാൻ നമ്മൾ കുപ്പിയിൽ പെട്രോൾ കൊടുക്കണില്ല. എൻ്റെ രണ്ടാമത്തെ പമ്പ് അന്വേഷിച്ച് പോയി, HP പോയി. അവസാനം പെട്രോൾ കിട്ടിയപ്പോൾ അവർ കന്നാസിൽ ഒഴിച്ച് കൊടുക്കും. തൊട്ടപ്പുറത്ത് മാറി നിന്നിട്ട് നമ്മൾ അത് തിരിച്ച് കുപ്പിക്ക് പകർത്തിയിട്ട് ഇത് കൊണ്ടുപോകണം. നേരിട്ട് അവർ ഒഴിച്ചു തരില്ല. അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്ത് ഇവൻ കന്നാസിൽ 2 ലിറ്റർ പെട്രോൾ വാങ്ങി. കുപ്പി 1.5 ലിറ്ററിൻ്റെ, 1/2 ലിറ്റർ എന്ത് ചെയ്യും? പിന്നെ 1/2 ലിറ്ററിൻ്റെ കുപ്പി അന്വേഷിച്ച് നടന്ന് അവസാനം ഒരു 1/2 ലിറ്ററിൻ്റെ കുപ്പി കിട്ടി. അതിൽ പകർത്തി അവനെ തിരിച്ച് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൊണ്ടാക്കി. 11 മണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നേരെ ഇന്ത്യൻ ഓഫീസിൽ കയറി. ചപ്പാത്തിയും പൊറോട്ടയൊക്കെ അടിച്ച്, പൊറോട്ട അല്ല ചപ്പാത്തിയും ബീഫും ഒരു കാപ്പിയും കുടിച്ചിട്ട് ഇറങ്ങി. ഇനി നേരെ യാത്രയാണ്. ഇന്നേരം ഇങ്ങോട്ടാ ചാർജിങ് സ്റ്റേഷൻ? 100% നമ്മൾ പോകുന്നത്. ഇനി എന്തായാലും മുക്കത്ത് പോയിട്ട് ചാർജ് ചെയ്യാം. അവിടെ വരെ എന്തായാലും എത്തും. നമ്മൾ പാലക്കാട് കഴിഞ്ഞാലാണ് ടൂർ പോയൊരു ഫീൽ കിട്ടുള്ളൂ. ഞങ്ങളുടെ ലൈൻ വെച്ച് ബാക്കി എല്ലാ ലൈനും നീങ്ങുന്നുണ്ട്. ഇവിടെ എന്ന് വന്ന് പെട്ടാൽ ഇതാണ് അവസ്ഥ. വടക്കാഞ്ചേരി വഴി പട്ടാമ്പി കയറി പെരിന്തൽമണ്ണ വഴി പോകാനാണ് പ്ലാൻ. പോകുന്ന വഴിക്ക് വളരെ പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി. ഇത് പട്ടാമ്പിക്ക് അടുത്തുള്ള തിരുമിറ്റക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര്. പെരിന്തൽമണ്ണ മൂസക്കുട്ടി മെമ്മോറിയൽ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് പോകണം. പിന്നെ ഇവിടെ നിന്ന് ഒറ്റപ്പാലം ചെർപ്പളശ്ശേരിക്കൊക്കെ ബസ് കിട്ടും. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിനകത്തൊരു ഷോപ്പിംഗ് മാളുണ്ട്. അതൊരു ചെറിയ ഷോപ്പിംഗ് മാളെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഒരുപാട് ഷോപ്പുകളും ഫുഡും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു. ഇവിടെ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഒരു കരിമ്പിൻ ജ്യൂസ് കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ എന്തായാലും കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടൊന്ന് തണുത്തിട്ട് യാത്ര തിരിക്കാം. തരുവണയിൽ വന്ന് പെട്ടു. ഇവിടെ ഒരു ചാർജ് സ്റ്റേഷൻ ഉണ്ടെന്നുകൊണ്ട് വന്നാണ്. അത് ഓൺലൈനായിരുന്നു ചാർജിങ് ബോർഡിൻ്റെ. ഇവിടെ വന്നപ്പോൾ എന്തോ പണി നടക്കുകയാണ്. അത് ഓഫായിട്ടിരിക്കുന്നു. ഇവരിത് എന്തിനാണ് ഓൺലൈൻ കാണിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് ഓൺലൈനിൽ പച്ച കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. മുന്നിലൊരു പെട്രോൾ പമ്പുണ്ട്. ഇനിയിപ്പോൾ കൽപ്പറ്റ പോകേണ്ടി വരും, ഇവിടെ വേറെ ഇല്ല. മാനന്തവാടിയിൽ 2 സ്ലോ ചാർജിങ് ആണുള്ളത്.
ഇവിടുന്ന് മാനന്തവാടിക്ക് ഒരു 10 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും 56% ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് കൽപ്പറ്റ എത്താനുള്ള ചാർജ് ഉണ്ട് എന്തായാലും. വേറെ റിസ്ക് ഒന്നുമില്ല. പക്ഷെ തിരിച്ച് കൽപ്പറ്റ വരെ പോകണ്ടേന്നുള്ളൊരു മടി. 30 കിലോമീറ്റർ തിരിച്ച് വണ്ടി ഓടിക്കണ്ടേ. അപ്പോൾ ആ ഒരു കാരണം ഞങ്ങൾ തിരിച്ച് നേരെ മാനന്തവാടിക്ക് തന്നെ വിടാൻ തീരുമാനിച്ചു. സ്ലോ ചാർജിങ് ചെയ്യാം. അതായത് അവിടെ റൂം എടുത്തിട്ട് നിൽക്കാം. ആ ടൗണിൽ തന്നെയാണ് രണ്ടും കണ്ടേക്കുന്നത് KSEBിയുടെ. സ്ലോ ചാർജിങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നാളെ കാലത്താകുമ്പോഴേക്കൊക്കെ ആവേണ്ടതാണ്. അങ്ങനെ വിജനമായൊരു സ്ഥലത്ത് KSEBിയുടെ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടു. ചാർജർ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, ഹോം ചാർജർ. ഇവിടെ നിന്ന് പിന്നൊരു 400 മീറ്റർ ഉള്ള റൂമിലേക്ക്. ടൗൺ അവിടെ തന്നെയാണ്. രാത്രി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാനന്തവാടിയിൽ. ഞങ്ങൾ മാനന്തവാടിയിൽ നിന്ന് ഇറങ്ങി. ഇന്നലത്തെ രാത്രിയിലത്തെ ചാർജിങ്ങിൻ്റെ അംഗംവട്ടം കഴിഞ്ഞ് ഇവിടെ മാനന്തവാടി ഒരു ടൗണിൽ തന്നെ ഒരു ലോഡ്ജ് എടുത്തു. എന്നിട്ടിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല കോടയാണ്. കാലത്തൊരു 8 മണിയായിപ്പോൾ. ക്ഷീണം കാരണം എണീക്കാൻ പറ്റിയില്ല. ഇനി നേരെ ഗോണിക്കൊപ്പ. അടുത്ത ഡെസ്റ്റിനേഷൻ കൂർഗിലേക്കുള്ള മാർഗ്ഗം ഗോണിക്കൊപ്പ. അവിടെയാണ് ചാർജിങ് ഉള്ളത്. അവിടെ 2 ചാർജിങ് ഉണ്ട്. ജിയോ BP ഉണ്ട്, പിന്നെ സിയോണും കണ്ടേ. നല്ല തണുപ്പുണ്ട് അല്ലേ കുഞ്ചു? ഇല്ല, AC ഇട്ടിട്ടില്ല. ആ, ഊട്ടി, മൈസൂർ, കോഴിക്കോട്. നമുക്ക് ഇങ്ങോട്ട് പോവാം. ക്യാമറയിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? നേരിട്ട് കാണുമ്പോൾ നല്ല കോട. ഈ ലെഫ്റ്റ് അല്ലേ? ഓക്കെ, തോൽപ്പെട്ടി. ആ, കാട്ടിക്കൂടെ എത്തി. ഞങ്ങൾ ഈ തോൽപ്പെട്ടിക്ക് പോയാണ്. തോൽപ്പെട്ടി കുട്ട തിരുനെല്ലി അമ്പലം ഈ വഴി തന്നെയാണല്ലേ. എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് ഇനി നേരെ കുട്ടാര സൈഡിൽ കുറച്ച് കടകൾ ഉണ്ടാവേണ്ടതാണ്. ആ ഒരു ചെക്ക് പോസ്റ്റ് വരില്ലേ, അവിടെ കുറച്ച് കടകൾ കാണേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗോണിക്കപ്പം എന്ന് കഴിക്കാം. സമയമാവണല്ലോ ഉള്ളൂ. ഗോണിക്കൊപ്പം എത്തി. ഞങ്ങൾ ഇഡ്ഡലി ഓർഡർ ചെയ്തു. ഇഡ്ഡലിയും വടയാണ് ഓർഡർ ചെയ്തത്. ഇവരുടെ സാമ്പാർ നമ്മുടെ നാട്ടിലെ സാമ്പാർ പോലെ അല്ല, കുറച്ച് മധുരമൊക്കെ ഉണ്ട്. അതുപോലെ ഇഡ്ഡലിയും എന്തോ റവ കൊണ്ട് ഉണ്ടാക്കി ഇഡ്ഡലി അതുകൊണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. കുഞ്ചു ചീസ് ഓംലെറ്റാണ് ഓർഡർ ചെയ്തത്. കുഞ്ചുവിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊറിയൻ ഫുഡ്. അത് കിട്ടില്ലെങ്കിൽ അമേരിക്കൻ. വേറെ ഒരു വഴിയില്ലെങ്കിലാണ് ആൾ ഇഡ്ഡലിയും സാമ്പാറും ദോശയൊക്കെ കഴിക്കുള്ളൂ. ഇവിടെ കുറച്ച് വൈൻ ഇരിക്കുന്നുണ്ട്. കൂർഗ് വൈനിന് വളരെ ഫേമസ് ആണ്. ഇവരെന്ത് കിട്ടിയാലും വൈനിടും. അതുപോലെ തന്നെ ഈ കൂർഗിൻ്റെ കൾച്ചർ കേരളത്തിലെ കൾച്ചറായിട്ട് വളരെയധികം സാമ്യമുണ്ട്, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ആചാരങ്ങളായിട്ട്. ഇതൊരു അമ്പലത്തിൽ എഴുന്നള്ളിപ്പാന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണത്. ചെണ്ട, അതുപോലെ തന്നെ കൊമ്പ്, കുഴൽ, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഇവരെ വേഷവിധാനം വളരെ വ്യത്യാസമാണ്. വീടുകളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്, അന്നത്തെ പണ്ടത്തെ കാലഘട്ടത്തിലുള്ള ഓട് വീട്. പക്ഷേ വേഷം വളരെ വ്യത്യാസമാണ്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേഷം ഇവരിടുന്നത്. തലപ്പാവും കോട്ട് പോലത്തെ ഒരു സ്യൂട്ടൊക്കെ ഇട്ടിട്ട്. ഇതിവിടെ കണ്ടുവരുന്നൊരു മാനാണ്. ഞങ്ങളങ്ങനെ കുശാൽ നഗർ എത്തി. ഗോണിക്കൊപ്പേന്ന് ഫുൾ ചാർജ് ചെയ്തിട്ടാണ് വന്നത്. ഇവിടെ ഞങ്ങളൊരു കൊടവ കുസീൻ തപ്പി വന്ന ഒതൻറ്റിക് കൊടവ റെസ്റ്റോറൻറ്റ്. ബെൻദൂത്ത എന്നാണ് അതിൻ്റെ പേര്. ഇത് തപ്പി കണ്ടുപിടിക്കാൻ കുറച്ച് സമയമെടുത്തു. കൊടവ കുസീനിൽ ഏറ്റവും ഫേമസ് പോർക്കാണ്. അങ്ങനെ ഞങ്ങൾ പോർക്ക് ഓർഡർ ചെയ്താൽ പെട്ടുപോയി. പുളിച്ചിട്ട് കഴിക്കാൻ പറ്റണില്ല. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല പുളി. അതുപോലെ തന്നെ അരിയുടെ ഒരു ഉണ്ടപ്പിടി എന്നൊക്കെ പറയാം നമ്മുടെ നാട്ടിൽ. അതും ചിക്കൻ കറിയും കൊള്ളില്ലായിരുന്നു. കാരണം അവരൊരു മസാലയാണ് എടുക്കണതിൽ. അതും കുഴപ്പമുണ്ടായില്ല. അതുപോലെ തന്നെ പായസം മേടിച്ചു. പായസം
വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളൊരു കുൽഫിയും ചോക്ലേറ്റും മേടിച്ച് സമാധാനിച്ച് പോന്നു. ഇവിടെ 2 പേര് കൂടി പൊരിഞ്ഞ സംഘടനയാണ്. സിബ്ലിങ്സ് ആണെന്നുണ്ട്, അവരുടെ സ്നേഹപ്രകടനമാണ്. ഞങ്ങളങ്ങനെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തെത്തി. കുശാൽ നഗറിന് അടുത്തുള്ള ബൈലോകുപ്പെ എന്ന സ്ഥലത്താണ് ഇതുള്ളത്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ, കൂർഗ് കാണാൻ വരുന്നവരെല്ലാവരും ഇവിടെ കണ്ടിട്ടാണ് പോകാറ്. ഗോൾഡൻ കളറിലൊരു കവാടം കടന്നു വേണം അകത്ത് ചെല്ലാൻ. ഇതൊരു ചൈനീസ് ടിബറ്റൻ ആർക്കിടെക്ചർ രീതിയിൽ അവരുടെ ഒരു ആർട്ട് ഫോമിൽ പണിതിട്ടുള്ളൊരു കവാടമാണ്. ഗോൾഡൻ കളറും വ്യാളികളുടെ രൂപങ്ങളൊക്കെ 4 വശത്തും ഉണ്ട്. അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു വിശാലമായൊരു സ്ഥലമാണ്. അതിന് ചുറ്റും കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. വരുന്നവർക്ക് ഷോപ്പ് ചെയ്യാൻ, ടൂറിസ്റ്റുകളാണ് ഇവിടെ കൂടുതൽ വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഷോപ്പിങ്ങിനായിട്ടുള്ള സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു അല്ലാത്ത സമയത്ത് ഇവിടെ എന്തെങ്കിലും പരേഡൊക്കെ നടത്തിയായിരിക്കും. ഈ കാണുന്നതൊക്കെ അവരെ ഹോസ്റ്റലാണ് മുകളിൽ. അവിടെ നിന്നും നേരെ കയറി വരുമ്പോൾ കാണുന്നതാണ് മെയിൻ ടെമ്പിൾ. അതിൻ്റെ 2 സൈഡിലും ഇവരുടെ ഹോസ്റ്റൽസാണ്, ഈ ബുദ്ധമത സന്യാസികളുടെ ഹോസ്റ്റൽസ്. അതെല്ലാം ലോണൊക്കെ വെച്ച് പൂക്കളൊക്കെ വെച്ച് ഒരു നല്ല രീതിയിൽ പരിപാലിച്ച് പോരുന്ന സ്ഥലം. ആ ടെമ്പിളിൻ്റെ മുകളിലുള്ള ഫോട്ടോയിൽ കാണുന്ന അദ്ദേഹമാണ് ഇതിവിടെ സ്ഥാപിച്ചത്. പെനോർ റിംപോച്ചെ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം 1963 ഇത് സ്ഥാപിച്ചത്. പണ്ട് ചൈന ടിബറ്റിനെ ആക്രമിച്ചപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ടിബറ്റൻ ബുദ്ധമത സന്യാസികളെ ഇന്ത്യ സ്വീകരിച്ചിട്ടാണ് ഇവിടെ കൊണ്ട് കർണാടകയിൽ സ്ഥലം കൊടുത്തവർക്ക്. ഇതാണ് ഇവരുടെ മെയിൻ പ്രയർ ഹാള്. ഏറ്റവും അട്രാക്ഷനുള്ള സ്ഥലം ഇത് തന്നെയാണ്. കാരണം ഇതിൽ വലിയ ഹ്യൂജായിട്ടുള്ള ബുദ്ധൻ്റെ ഒരു പ്രതിമയും നടുക്കിൽ, ഇടതുവശത്ത് ഗുരു പത്മസംഭവം, വലതുവശത്ത് അമിതായുസ് എന്നൊരു ബുദ്ധനാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ചുമരുകളിലെല്ലാം സീലിങ്ങിലും 1 ഇഞ്ച് പോലും വിടാതെ അവർ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളി ഗോൾഡൻ, പച്ച, റെഡ് കളറുകളാണ്. അതുപോലെ തന്നെ ബുദ്ധൻ്റെ കഥകളും അതുപോലെ ടിബറ്റിൽ അവർ താമസിച്ചിരുന്നിടത്ത കഥകളെല്ലാം അവർ ചുമരിൽ കുത്തിവെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഗോൾഡൻ ടെമ്പിളിൻ്റെ പരിസരങ്ങളെല്ലാം കണ്ട്, അവിടെ തൊട്ടപ്പുറത്ത് വേറെ അമ്പലങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കണ്ട് നടന്നു. ഇത് പെമ നൂർബു റിംപോച്ചെ ബ്ലെസ് ചെയ്ത് വെച്ചൊരു സ്റ്റോണാണ് ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ സ്ഥാപകൻ. അതവരോട് എടുത്തു വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച്. ഇപ്രാവശ്യം എന്തായാലും തിരക്ക് കുറവാണ്. സാധാരണ ഇവിടെ നല്ല തിരക്കുണ്ടാവാറുള്ളതാണ്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഷോപ്പുകളുടെ അടുത്തേക്ക് എത്തി. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓർമ്മയ്ക്കായിട്ട് കുറച്ച് സംഭവങ്ങൾ മേടിക്കാൻ തീരുമാനിച്ചു. ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിക്കാൻ തീരുമാനിച്ചു. ഇവിടെ കുറേ ഉണ്ട്. കുഞ്ചൊരു എന്തോ ഒരു തൊപ്പി പോലത്തെ സാധനം മേടിച്ച മൊയിലിനെ പോലെ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് മലയാളി പിള്ളേർ വന്ന് കയറിയിട്ടുണ്ട്. അവരാ കാണുന്ന വിൻചിൻസ് എല്ലാം പിടിച്ചാട്ടി അത് കാവലിരിക്കുന്ന ആൾക്ക് കലിപ്പായിട്ട് വയ്യ. അവനവൻ്റെ ബുദ്ധിസ്റ്റ് ഫിലോസഫിക്കൊക്കെ വിടുന്നുണ്ട്. അവന്മാരെല്ലാം കയറി കൊള്ളാക്കുന്നുണ്ട്. ഗോൾഡൻ ടെമ്പിൾ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒതൻറ്റിക് ആയിട്ടുള്ള ടിബറ്റൻ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളൊരു കട കണ്ടെത്തിയതാണ്. ഒരു ടിബറ്റൻ ബുദ്ധ സന്യാസിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇത് ഒതൻറ്റിക് ടിബറ്റൻ ഫുഡായിരിക്കുന്നത്. നല്ല
നല്ല അടിപൊളി കളറുള്ളൊരു ചെടി. ആർട്ടിഫിഷ്യലാണ്, നല്ല നല്ല ഭംഗിയുണ്ട്. അതിനകത്തും ഉണ്ട്, പക്ഷെ ഇതിന് പുറത്തുള്ള അത്ര തന്നെ ഭംഗിയില്ല. ലൈറ്റ് വെച്ചത് ശരിയായിട്ടില്ല അടിയിൽ നിന്ന് വെച്ചുകൊണ്ട്. ഞങ്ങൾ റൂഫ് ടോപ്പിലാണ് ഇരുന്നത്, ഏറ്റവും ടോപ്പിൽ. റൂഫ് ടോപ്പിന് 2 നിലയുണ്ട്. അതിൻ്റെ ടോപ്പിൽ മുകളിലൊക്കെ കുറേ പ്രയർ ഫ്ലാഗൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് അവർ. താഴെ ഒരു ടിബറ്റൻ ഫാമിലിയിലെ ഒരു പിറന്നാൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെന്തോ ആഘോഷം, കേക്ക് കട്ടിങ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ മുകളിലിരുന്നു. ഫുഡ് ഓർഡർ ചെയ്തു. ഒതൻറ്റിക് ആയിട്ടുള്ള ഫുഡാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഒതൻറ്റിക് ആയിട്ടുള്ള തുക്ക. ഞാൻ ചിക്കൻ തുക്ക ഓർഡർ ചെയ്തു. കുഞ്ചു ഓർഡർ ചെയ്തത് മൊമോസാണ്, സ്റ്റീംഡ് മൊമോസ് ചിക്കൻ. കാദംബരി ഓർഡർ ചെയ്തത് ബീഫ് തുക്ക, ഒതൻറ്റിക് ടിബറ്റൻ ഫുഡ്. കഴിച്ചു നോക്കട്ടെ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റൂം തപ്പി ഇറങ്ങിയത്. രാത്രി ഇവിടെ അടുത്ത് തന്നെ ഒരു പുതിയൊരു ഹോം സ്റ്റേ കണ്ടു. ഇത് ഈ ടിബറ്റൻ്റെ ആൾക്കാർ തന്നെ നടത്തുന്നതാണ്, പുതുതായിട്ട് പണിത് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. റേറ്റും കുറവാണ്, പിന്നെ നല്ല ക്ലീനും പാർക്കിംഗ് സ്ഥലമുണ്ട്. ഇത് പിറ്റേ ദിവസം രാവിലെയായി. ഞാൻ റൂമിനൊന്ന് കാണിച്ചു തരാം. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് റൂമായിരുന്നു. പുതിയതാണ്. എനിക്ക് തോന്നുന്നത് ഞങ്ങളാണ് ആദ്യമായിട്ട് ഇവിടെ സ്റ്റേ ചെയ്തതെന്ന്. വൈഫൈ ഉണ്ട്, TV ഉണ്ട്, കബോർഡ്സ് ഉണ്ട്, ചെയർ, കെറ്റിൽ, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. മാത്രമല്ല ബാത്റൂമും എല്ലാം പുതിയതാണ്. എല്ലാം അവർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. അടിപൊളി സ്റ്റേ ആണ്, പുതിയൊരു സ്റ്റേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കിച്ചൺ തൊട്ടടിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ കുറച്ച് നീങ്ങിയിട്ട് ആ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് കഴിച്ചേ. വളരെ മോശം ഫുഡായിരുന്നു. പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് വിജയിച്ചില്ല. തുക്ക അങ്ങനെ എന്തൊക്കെ കഴിച്ച്, നൂഡിൽസ് ഒന്നും നമുക്ക് ടേസ്റ്റ് പിടിക്കാനാണോന്നും അറിയില്ല. ഞങ്ങളിന്ന് കാലത്ത് തന്നെ ഇറങ്ങണം. വണ്ടിയിൽ ഏകദേശം ഒരു 73% ചാർജ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ മൈസൂർ പോയിട്ട് അവിടെ നിന്ന് ബാംഗ്ലൂർ എന്നാണ് അടുത്ത പ്ലാൻ. നേരെ ബാംഗ്ലൂർ. പിന്നെ ഇവിടെ നിന്ന് ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, അതിലെവിടെയെങ്കിലൊക്കെ ചാർജ് ചെയ്തിട്ട് 1-2 കണ്ടു. അപ്പോൾ ഏതെങ്കിലും പറ്റുന്നതിന് ചാർജ് ചെയ്തിട്ട് വേണം പോകാൻ. ഇനി അത് കഴിഞ്ഞ് ബാംഗ്ലൂർ തിരികെ കാണാം.